അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം പൊൻകുന്നത്ത് നിന്ന് ഇവിടെ കൃപാസനത്തിലെത്തി. അപ്പോൾ ഇവിടെ വന്നപ്പം വല്ലാത്ത തിരക്കാണ്, എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ആൾക്കാർ നടന്ന് കയറുന്ന കൊടുത്ത് ഞങ്ങൾ നടന്ന് ഉള്ളിൽ കയറി. ഉള്ളിലേക്ക് വന്നില്ല, അതിലേറെ തിരക്ക്. അപ്പോഴാണ് കേട്ടത് ഉടമ്പടി എടുക്കാനുള്ളവർ ഏറ്റവും മുകളിലത്തെ നിലയിൽ ചെല്ലുക. അപ്പോൾ എന്താണ് ഉടമ്പടി എന്നറിയത്തില്ല, അവിടെ എന്താണ് സംഭവം നടക്കാൻ പോകുന്നതെന്ന് കാണാം. ഉടമ്പടി എടുക്കാനല്ല, എനിക്ക് എടുക്കാൻ താല്പര്യമില്ല. അപ്പോൾ ഇതൊന്ന് കാണാം എന്നോർത്ത് ഞാൻ മേലെ കയറി ചെന്നു. അപ്പോഴാണ് അച്ഛൻ്റെ ക്ലാസ് അവിടെ നടക്കുന്നു. കേട്ടിട്ട് എനിക്കൊരു താല്പര്യം തോന്നിയില്ല, കാരണം അതിനകത്ത് പറയുന്ന പലതും എനിക്ക് പാലിക്കാൻ പറ്റിയാലാത്തതാണ്. അതുകൊണ്ട് തന്നെ ഉടമ്പടി എനിക്കൊരു രീതിയുണ്ട്, അതായത് ഒരു കേസ് പിടിച്ചാൽ അത് കൃത്യമായിട്ട് ചെയ്യണം. ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ കേസ് പിടിക്കാൻ പോകല്ലേ. അപ്പം ഇത് ഉടമ്പടി എടുത്താൽ ഞാൻ കൃത്യമായിട്ട് പാലിക്കണം. അപ്പം ഏറ്റവും നല്ലത് എടുക്കാതിരിക്കുകയാണ്. ആ സമയത്താണ് അവിടെ പറയുന്നു ഇത്ര ടോക്കൺ നമ്പർ വരെയുള്ളവർ കൈ ഉയർത്തുക. ഞാൻ ടോക്കൺ എടുത്തിട്ടില്ല, കാരണം ഇത് കാണാൻ ചെന്നതാണ്. ഞാനിവിടുന്ന് വന്ന വഴിക്ക് കയറി ചെന്നയാളാണ്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ടോക്കണിലില്ല, ഞാൻ പൊക്കോളാം. അപ്പം ടോക്കൺ ഇല്ലാത്തതിൻ്റെ പേരിൽ ഉടമ്പടി എടുക്കാതെ വിട്ടു പോകാമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അവരെന്നോട് പറഞ്ഞു നിങ്ങളവിടെ ഇരുന്നു, ഞങ്ങൾ ടോക്കൺ കൊണ്ടുവന്നുതരാം. അവരവിടുന്ന് എനിക്കൊരു നമ്പർ കൊണ്ടുവന്ന് തന്നു. ഇനി നിയോഗങ്ങൾ എഴുതണം. അപ്പം ഞാൻ ഇതിനെക്കുറിച്ചൊരു പ്ലാനിട്ട് വന്ന ആളല്ല, നിയോഗം എന്നാന്നൊന്നും പ്ലാനൊന്നുമില്ല. അപ്പം ഇവിടെ വന്നപ്പം പെട്ടെന്ന് നിയോഗം എഴുതാൻ പറയുമ്പോൾ എനിക്ക് എൻ്റെ കയ്യിലൊന്നും എഴുതാനില്ല. ഞാൻ പിന്നെ ഇങ്ങനെ എന്ത് ചെയ്യും, എന്നാ എഴുതേണ്ടതെന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴാണ് അച്ഛൻ്റെ ഇതിനകത്ത് ക്ലാസ്സിൽ പറയുന്നു നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിന് എഴുതുക. എന്നാൽ ഒരെണ്ണം തീർന്ന് കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് ഞാനത് ആദ്യം എഴുതി വെച്ചു. ഇനി 5 കണ്ടുപിടിക്കണം. അപ്പോഴാണ് എൻ്റെ ഭാര്യയും എൻ്റെ മമ്മിയും എന്നോട് പറഞ്ഞു നിനക്ക് മുട്ടുവേദനയുള്ളല്ലോ, അത് എഴുതി വെക്ക്. അപ്പം ഞാൻ പല ധ്യാന കേന്ദ്രങ്ങളിൽ പോയിട്ടുണ്ട്, താമസിച്ചുള്ള ധ്യാനം കൂട്ടിയിട്ടുണ്ട്. പല ഡോക്ടർമാരും നോക്കിയിട്ട് നടക്കാത്ത കേസ് ഇപ്പോൾ ഈ 1 മണിക്കൂർ കൊണ്ട് മാതാവ് ചെയ്യുമെന്ന് പറയുമ്പം അത് വിശ്വസിക്കാൻ മാത്രം മണ്ടനല്ല ഞാൻ. അപ്പം ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, ചുമ്മാ എന്തിനാ വേറെ എന്തെങ്കിലും എഴുതി ഗുണമുള്ള കാര്യം എഴുതാം. ആ സമയത്താണ് അവിടെ ക്ലാസ് എടുക്കുന്നവർ പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കുകയില്ലെന്ന കാര്യം എന്ന് കരുതുന്ന കാര്യം എഴുതുക. ഞാനപ്പം സംഭവിക്കാത്ത കാര്യമാണ്, ഇത് 20-22 വർഷമായിട്ട് ഞാൻ അനുഭവിക്കുന്ന വേദനയാണ്. ഞാനിത് എഴുതി വെച്ചു. അവൻ ഒരിക്കലും ജീവിതത്തിൽ സംഭവിക്കാത്ത കാര്യങ്ങൾ എഴുതാൻ പറഞ്ഞപ്പോൾ എൻ്റെ നിയോഗങ്ങൾ 6 കടന്നുപോയി. ഞാൻ മാതാവിനെ പറ്റിച്ച് 6 നമ്പർ വിട്ട് എനിക്കുള്ളിൽ തോന്നിയതെല്ലാം എഴുതി വെച്ചു. അത് എഴുതുമ്പോഴും എനിക്ക് ഈ കൃപാസനത്തോടും ഇവിടുത്തെ ഒന്നിനോടും യാതൊരു താല്പര്യവുമില്ല. ആൾക്കാർ വരുന്ന കൂട്ടത്തിൽ താഴെ വന്നു, മാതാവിനെ കൊണ്ട് ഇവിടെ പ്രദക്ഷിണം വന്നു, ഇവിടെ ഒരു കടമ പോലെ ഇതൊക്കെ ഇട്ട് തിരിച്ചു പോകുമ്പോൾ ഞാൻ ഉള്ളിൽ കരുതി 90 ദിവസത്തെ കേസല്ലേ ഉള്ളൂ, എങ്ങനെയും ഇത് ഒപ്പിച്ച് തീർക്കാം, അത് കഴിയുമ്പോൾ പരിപാടി തീർന്നല്ലോ എന്ന് കരുതിയാൽ ഞാൻ ഇപ്പം 2 വർഷത്തിന് മേലെയായിട്ട് ഈ ഉടമ്പടിയിൽ തന്നെയാണ്.